എല്ലാവരും എക്സാമിന്റെ സ്ട്രാറ്റജീസും ഇഗ്നോ എക്സാംസ് എങ്ങനെയാണ്, ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, എങ്ങനെ എഴുതണം, എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും വളരെ വ്യക്തമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് വാണിമ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എക്സാം മാനേജ്മെന്റിനെ പറ്റിയിട്ട് സംസാരിക്കാം അല്ലെ. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയന്റിഫിക് എക്സാം മാനേജ്മെന്റ് ടെക്നിക്സ്. ഇപ്പൊ എക്സാം മാനേജ്മെന്റിനെ പറ്റിയൊക്കെ കുറെ പ്രാവശ്യം നിങ്ങൾ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ക്രാക്ക് യുവർ ഇഗ്നോ എക്സാംസ് എന്നൊക്കെ പറഞ്ഞ സെഷനുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒന്ന് സംസാരിക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ എത്ര പേരുണ്ട്? നമ്മുടെ പാർട്ടിസിപ്പൻസ് ഏകദേശം 250 ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പാർട്ടിസിപ്പൻസ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പൊ ഈ 250 പേരെ എടുത്താൽ ഇത്രയും ആളുകളും ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടായിരിക്കും അല്ലെ പഠിക്കുന്നുണ്ടാവുക. ചില ആളുകളൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചു തീർക്കും. അന്ന് രാത്രി തന്നെ എല്ലാം പോയി പഠിച്ച് മടക്കി വെച്ച് ഓക്കെ ആക്കും. ചിലരാണെങ്കിൽ എക്സാമിന്റെ ഡേറ്റ് കിട്ടിയാലേ പഠിക്കുള്ളൂ. ചിലരാണെങ്കിൽ എന്റെയൊക്കെ ടൈപ്പ് ആണെങ്കിൽ എക്സാമിന്റെ തലേന്ന് മാത്രമേ പഠിക്കുള്ളൂ. ഇങ്ങനെ കുറേ ടൈപ്പ് ആയിരിക്കും ഓരോരുത്തരും പഠിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുന്നവർക്ക് പോലും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മെമ്മറൈസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്റ്റഡി പ്ലാൻ തന്നെയാണ്. നമ്മുടെ സ്റ്റഡി പ്ലാൻ നമുക്ക് മുമ്പേ തന്നെ കാലേക്കൂട്ടി നമ്മൾ തീരുമാനിക്കണം. അല്ലാതെ വെറുതെ നമ്മൾ പറയുന്ന പോലെ അവിയൽ പരുവാക്കി വെച്ച് അവിടുന്നും കുറച്ച് പഠിച്ച് ഇവിടുന്നും കുറച്ച് പഠിച്ച് ആ ഒരു രീതിയിൽ ഒരിക്കലും നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല. ഈവൻ നമ്മൾ തലേന്നാണ് പഠിക്കുന്നതെങ്കിൽ പോലും നമുക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കേണ്ടത്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കോർ സബ്ജക്ട്സും ഉണ്ട്. ബി എക്കാർക്കാണെങ്കിൽ കോർ സബ്ജക്ട്സും അതുപോലെ ഇലക്ടീവ് പേപ്പേഴ്സും ഒക്കെ ഉണ്ട് അല്ലെ. എം എക്കാർക്കാണെങ്കിൽ കോർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് ആദ്യം തന്നെ ക്രെഡിറ്റിൽ എങ്ങനെ, നേരത്തെ വാണിമാം പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ക്രെഡിറ്റ് എന്നൊക്കെ അല്ലെ. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാനായിട്ട്. ചില പേപ്പേഴ്സിനൊക്കെ പ്രത്യേകിച്ച് കോർ പേപ്പേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈ ക്രെഡിറ്റ് ആയിരിക്കും ഉണ്ടാവും. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ടാവും. ഇനി അത് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേപ്പറിനോട് ഒരു താല്പര്യവും അല്ലെങ്കിൽ ഓരോ പേപ്പറിനെ പറ്റിയിട്ടുള്ള അറിവും ധാരണയും ഒക്കെ ഉണ്ടാവും അല്ലെ. ഇപ്പോൾ മാത്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ സ്റ്റാറ്റി പോലെയുള്ള പേപ്പറൊക്കെ ഇഷ്ടമായിരിക്കും. അതുപോലെ ചില ഇലക്ടീവ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കുറെ പേരുണ്ട്. അപ്പൊ നമുക്കറിയാം എന്റെ പേപ്പേഴ്സ് ഇതിൽ എനിക്ക് ഇത്ര എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും, ഈ പേപ്പർ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ നമ്മളെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തേണ്ട സബ്ജക്ട് ഏതാണ്, കൂടുതൽ ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്യേണ്ട സബ്ജക്ട് ഏതാണ് എന്നൊന്ന് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം ആദ്യം തന്നെ നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയെടുക്കാം. ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് അതാണ്. ഓക്കെ, അതിൽ നമുക്ക് ഒന്നുകിൽ നമ്മുടെ ക്രെഡിറ്റ് സിസ്റ്റം ഫോളോ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ തന്നെ ഒരു രീതി അല്ലെ. നമുക്കറിയാവുന്നതും എളുപ്പമുള്ളതും എളുപ്പമില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള പേപ്പേഴ്സിന് നമുക്ക് ഇതിനെ പോലെ ഒന്ന് ഒരു ഗ്രൂപ്പ് വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നത്. ഇനി രണ്ടാമത്തെയാണ് എങ്ങനെ ഈ പറഞ്ഞ സ്റ്റഡി പ്ലാനിനെ ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സിലബസ് ആദ്യം തന്നെ ഏതെങ്കിലും ഒരു പേപ്പർ, ഇപ്പോൾ സൈക്കോളജിയിൽ ഒരു ബയോ സൈക്കോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ എടുത്തു. അപ്പൊ അതിൽ എത്ര 4 യൂണിറ്റ് ഉണ്ട് അല്ലെങ്കിൽ 4 ബ്ലോക്ക് ഉണ്ട് എന്ന് വിചാരിക്കാം. ആ 4 ബ്ലോക്കിലും എത്ര യൂണിറ്റ്സുകളാണ് ഉള്ളത് എന്നൊന്ന് ഓർത്ത് വെക്കുക. അതിൽ ഓരോരോ ടോപ്പിക്സിനെ, ഇപ്പോൾ ഒരു യൂണിറ്റിനെ സ്പെസിഫൈ ചെയ്തെടുത്താൽ ഇത്രയും ടോപ്പിക്സ് ഉണ്ട്. അതിൽ ഓരോ ടോപ്പിക്കിനെയും ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആദ്യം ഈ ടോപ്പിക് പഠിക്കാം, എന്നിട്ട് ഈ ടോപ്പിക് പഠിക്കാം. അതിൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ടി ഉള്ള ടോപ്പിക് ഏതാണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന, മേ ബി ഒരു ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ സിമ്പിൾ ആയിരിക്കും അല്ലെ. അതുപോലെയുള്ളതൊക്കെ ഒന്നോ രണ്ടോ വട്ടം വായിച്ചു പോവുക. കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ റിപ്പീറ്റഡ്ലി വായിക്കാനുള്ള ടൈം നമ്മൾ കണ്ടെത്തുക. ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാനും അതേപോലെ പ്ലാൻ ഉണ്ടാക്കിയെടുക്കാനും. നമുക്ക് താല്പര്യമുള്ളത് മാത്രമല്ല, നമുക്ക് ടഫ് ആയിട്ടുള്ളതിനും കൂടെ നമ്മൾ ഒരു എക്സ്ട്രാ ടൈം എടുക്കണം. ഇപ്പൊ ചിലരൊക്കെ ഉണ്ട് നല്ല പഠിക്കാൻ ഇഷ്ടമുള്ള പേപ്പറും അല്ലെങ്കിൽ പഠിക്കാൻ ഇഷ്ടമുള്ള ടോപ്പിക്കൊക്കെ വേഗം ഇരുന്ന് പഠിക്കും അല്ലെ, വേഗം ഇരുന്ന് പഠിക്കാനും നോക്കാനും ഒക്കെ ശ്രമിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള സമയത്ത്, നമുക്ക് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ചില സമയമുണ്ട്, ഭയങ്കര ഒരു മോട്ടിവേഷനൊക്കെ കയറി ഞാൻ ഇന്ന് തന്നെ എല്ലാം പഠിച്ചു തീർക്കും എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര വൈബിൽ കയറി വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു പേപ്പർ എടുത്ത് വെച്ച് പഠിക്കാം. ഓക്കെ, ഇനി വളരെ ബോറടിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ താല്പര്യമുള്ള പേപ്പേഴ്സിനെ നമുക്ക് എടുത്തിട്ട് പഠിക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ. അതേപോലെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മുടെ ഓരോരോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ പലരും ഇപ്പൊ മെന്റേഴ്സിന്റെ അണ്ടറിലുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ പലരും ചെയ്യുന്നുണ്ടാവും അല്ലെ. നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്സിനെയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സിനെയൊക്കെ ഇപ്പൊ എനിക്കൊക്കെ പല സ്റ്റുഡൻസും ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയട്ടെ മാം, കേൾക്കുവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇത് വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ടോപ്പിക്സിനെ സ്വയം ഒന്ന് കണ്ണാടിന്റെ മുമ്പിലൊക്കെ നിന്ന് ഉറക്കെ ഒന്ന് സംസാരിച്ചിട്ടൊക്കെ അതിനൊന്ന് റിവൈസ് ചെയ്തെടുക്കാവുന്നത് ഒരു രീതിയാണ്. ആ ഒരു രീതി നമുക്ക് ഫോളോ ചെയ്താൽ വളരെ വളരെയധികം ഉപകാരം ഉള്ള ഒരു കാര്യമായിരിക്കും. ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു,
അപ്പൊ ആ സമയം നമ്മൾ അടുത്ത ഒരു ടോപ്പിക്ക് തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ അതൊന്ന് പഠിച്ചിട്ടുണ്ടോ, ഓക്കെ ആണോ എന്നുള്ള തരത്തിൽ അതിനെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ തുടക്കത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് ലാസ്റ്റ് ടൈമിലുള്ള പ്രിപ്പറേഷൻ ആണെങ്കിൽ നമുക്ക് വളരെ ഒരു ധാരണ ഉണ്ടാവും, ഇത്രയും ടൈം സ്പെൻഡ് ചെയ്താൽ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഓരോ പേപ്പറിനും ഇത്രയും ടൈം അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന രീതിയിൽ നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഏകദേശം ഒന്ന് വായിച്ചു ഓരോരോ ടോപ്പിക്കും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കും ഒക്കെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വായിച്ചു, അത്യാവശ്യം പഠിച്ചു, കാര്യങ്ങളൊക്കെ ആക്കി. ഇനി ഇതിനെ മെമ്മറിയിൽ നിൽക്കുന്നുണ്ടോ, മെമ്മറിയിൽ ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അല്ലെ? നമുക്കിപ്പോൾ ഒരു എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ചാണ് ഈ മെമ്മറി പ്രോബ്ലം അല്ലെങ്കിൽ ഫോർഗെറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ മറവി അനുഗ്രഹമാണ് എന്നൊക്കെ നമുക്ക് വെറുതെ ഒരു ഭംഗിക്കൊക്കെ പറയാം, അല്ലെ? എക്സാം വരുന്ന സമയത്ത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം. അപ്പം ഈ ഒരു കാര്യം മറവിനെ ഒന്ന് ഓവർകം ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബ്രെയിനിൽ തുള്ളി തുള്ളി നിൽക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നാമത്തതാണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ ഫോഴ്സ് ചെയ്തിട്ട് റീകോൾ ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് പറയാന്നൊക്കെ, ഇതേപോലെ നമുക്ക് സ്വന്തമായിട്ട് റൈറ്റ് ഡൗൺ ചെയ്യാം. അപ്പൊ നമുക്കൊരു ടോപ്പിക്ക്, ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒറ്റയ്ക്ക് എടുത്തെഴുതുക. അതോടെ നോക്കാതെ ഒരു ടൈം ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ ഇത്രയും എഴുതി തീർക്കും, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ ഇത്രയും എഴുതി തീർക്കും എന്ന രീതിയിൽ സ്വന്തമായിട്ട് റൈറ്റ് ഡൗൺ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും വെറുതെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഞാനൊക്കെ എന്റെ പൂച്ചയെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത്. ചുമ്മാ മുന്നിലിരുത്തിയിട്ട് ഇങ്ങനെ സൈക്കോളജി ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു പൂച്ചക്ക്. ഇതേപോലെ നമുക്ക് ആരെങ്കിലും ഇങ്ങോട്ട് ഉപദ്രവിക്കൂല എന്ന് ഉറപ്പുള്ള ആരെങ്കിലും നമുക്ക് പഠിപ്പിക്കാം. അത് നല്ലൊരു കാര്യമാണ്. വെറുതെ ഇരുന്ന് പറയാം. അതിന്റെ ഒരു ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നമ്മൾ ഉറക്കെ സംസാരിക്കുമ്പോൾ ഒരേ ടൈം നമ്മൾ കേൾക്കുകയും കൂടെ ചെയ്യുന്നു, അല്ലെ? നമ്മുടെ ശബ്ദമാണെങ്കിൽ പോലും നമ്മൾ അത് ഒരേ സമയത്ത് കേൾക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒന്നുകൂടെ ആ മെമ്മറീനെ ഒന്ന് ഹൈറ്റൻ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ആക്റ്റീവ് റീകോളിൽ ശ്രദ്ധിക്കാം. ഒന്ന് നമുക്ക് റൈറ്റ് ഡൗൺ ചെയ്യാവുന്നതാണ്, സ്വയം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് ആൻസർ ചെയ്യാവുന്നതാണ്, വേറൊരാളെ ടീച്ച് ചെയ്യുന്നത് പോലെ പഠിപ്പിക്കാവുന്നതാണ്. അതൊന്നുമില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് ഉറക്കെ ശബ്ദത്തിൽ തന്നെ പറഞ്ഞു വേണം നമ്മൾ പഠിക്കാനായി. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയ പഠിച്ച കാര്യങ്ങളെ ഫോഴ്സ്ഫുള്ളി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓർമ്മിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ഓർത്തെടുക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ ആക്റ്റീവ് റീകോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്വന്തം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് അതിന് ആൻസർ ചെയ്യുന്ന രീതിയിലോ എക്സാമിന്റെ ഒരു ആൻസർ സ്വന്തം എഴുതിയെടുക്കുന്ന രീതിയിലോ ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് സ്പേസ്ഡ് റിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ആക്റ്റീവ് റീകോൾ കഴിഞ്ഞാൽ സ്പേസ്ഡ് റിപ്പിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ് സ്പേസ്ഡ് റിപ്പിറ്റേഷൻ? നമ്മുടെ സൈക്കോളജിയിൽ ഫൊർഗെറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു തിയറി ഉണ്ട്. അതായത് ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ലേൺ ചെയ്തിട്ട് ഒരു ഇത്ര ടൈമിനകം അത് മറന്നു പോകും, അല്ലെ? ലേൺ ചെയ്യുന്ന നമ്മള് കുറച്ചൊരു നമ്മുടെ ബ്രെയിനിനോട് പറഞ്ഞ് പഠിക്കാനുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ ആക്റ്റീവ്ലി നമ്മൾ പഠിച്ച കാര്യം ഒരു ഇത്ര സമയം കഴിയുന്നതോടുകൂടെ മറന്നുപോകും. അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ടൈം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഫോർഗെറ്റിംഗ് കൂടും എന്നാണ് സൈക്കോളജി പറയുന്നത്. അപ്പം ഈ ഒരു ഫോർഗെറ്റിങ്ങിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൃത്യമായ ഇടവേളകളിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഒരു ബ്ലോക്ക് ഇന്ന് കഴിഞ്ഞു, ഇപ്പൊ ഇന്നത്തെ 30-ാം തീയതി അല്ലെ, 30-ാം തീയതി ഒരു ബ്ലോക്ക് കഴിഞ്ഞു, ഇനി നാളെ അടുത്ത ബ്ലോക്ക് കഴിഞ്ഞു, ഇനി മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം വീണ്ടും നമ്മൾ ആദ്യം പഠിച്ച ബ്ലോക്കിനെ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് പോവുക, ഒന്ന് ജസ്റ്റ് വായിച്ചു പോവുക. അറ്റ്ലീസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഷോർട്ട് നോട്ട്സ് എങ്കിലും ഒന്ന് വായിച്ചു പോവുക. ആ റിപ്പീറ്റേഷൻ നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്ത് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഴയതിനെ നമ്മൾ മറക്കും. അങ്ങനെ ഒരു തിയറി കൂടെ നമ്മുടെ സൈക്കോളജിയിൽ പറയുന്നുണ്ട്. പുതിയത് ലേൺ ചെയ്യുമ്പോൾ പഴയത് മറക്കും. അത് മനുഷ്യന്റെ ഒരു പിന്നെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയത് പഠിക്കുന്നതിന്റെ കൂടെ ആദ്യം പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് നമുക്ക് ഫ്ലാഷ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ എന്താ പറയാ, ഒരു കുഞ്ഞു നോട്ടാണ് അല്ലെ, ഒരു ചെറിയൊരു കാർഡാണ്. അതിന്റെ ഒരു സൈഡിൽ ജസ്റ്റ് ഹിന്റ് കൊടുത്തിട്ടുണ്ടാവും, ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിലിംഗ് അല്ലെങ്കിൽ അതിന്റെ ആൻസർ എന്താന്നുള്ള തരത്തിൽ എഴുതി ചേർക്കുക. ഇങ്ങനെ നമുക്ക് എഴുതിയിട്ട് അത് നമുക്ക് തന്നെ സ്വയം എഴുതി ഉണ്ടാക്കാവുന്നതാണ്. ഒരു ടോപ്പിക് കൊടുത്തു, പേഴ്സണാലിറ്റി എന്നൊരു ടോപ്പിക് കൊടുത്തു, ഓപ്പോസിറ്റ് സൈഡിൽ അതിന്റെ ഡെഫിനിഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിയറിയുടെ പേര് ഒരു സൈഡിൽ കൊടുത്തു, ഓപ്പോസിറ്റ് സൈഡിൽ ആ തിയറി എന്താന്ന് കൊടുത്തു. ഇങ്ങനെ നമുക്ക് ഫ്ലാഷ് കാർഡ്സ്, ഷോർട്ട് നോട്ടിന് പകരം ഫ്ലാഷ് കാർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അത് നമുക്ക് രണ്ട് തരത്തിൽ യൂസ് ചെയ്യാൻ ഉപകാരപ്പെടും. ഒന്ന് ഷോർട്ട് നോട്ട് ആയിട്ടും ഉപയോഗിക്കാം, മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ഒരു സൈഡ് മാത്രം ഈ ഒരു ടോപ്പിക്ക് കേട്ടു, ഓക്കെ പേഴ്സണാലിറ്റി, അപ്പൊ നമ്മൾ സ്വയം പറഞ്ഞു നോക്കും, റീകോൾ ചെയ്ത് നോക്കും, അടുത്തൊരു ടോപ്പിക് എടുത്തു റീകോൾ ചെയ്ത് നോക്കുന്നു.
നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് അതിനെ തിരിച്ചു വെച്ച് വായിച്ചിട്ട് നമ്മൾ എന്താണ് പഠിച്ചത് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇങ്ങനെ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരു റിട്ടൻഷൻ കൂടും. അതുപോലെ നമ്മുടെ എക്സാംസിന്റെ സമയത്തൊക്കെ നമ്മുടെ മെമ്മറി ഷാർപ്പൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഓർത്തെടുക്കാനുള്ള ഒരു എബിലിറ്റി കൂടെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ആക്റ്റീവ് റീകോളിലൂടെയും അതേപോലെ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ ഈ സ്പേസ്ഡ് റിപ്പീറ്റേഷന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്കി എന്നൊക്കെ പറയുന്ന ഒരു ആപ്പൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് കുറെ ആപ്പൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ അങ്കി പോലെയുള്ള ആപ്പൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് പറഞ്ഞ പോലെ ഡേ 1 ഡേ 3 പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കാനൊക്കെ അത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു 2 കാര്യം സ്പേസ്ഡ് റിപ്പീറ്റേഷനും അതുപോലെ ആക്റ്റീവ് റീകോളും നമ്മൾ മറക്കാതിരിക്കാം. ഓക്കെ, ഇനി ഈ ഒരു 2 കാര്യമാണ് നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക്. ആദ്യം നമ്മൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയെടുത്തു, എന്നിട്ട് ഓരോ രീതികളാണ് പഠിച്ചു പോകുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് ഇത് 2നെയും കമ്പൈൻ ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോ പണ്ടൊക്കെ LP ക്ലാസ് UP ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പദസൂര്യനൊക്കെ ഉണ്ടാക്കുമായിരുന്നു അല്ലെ. പദസൂര്യൻ എന്ന് പറയും. നടുക്ക് ടോപ്പിക്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ക്വാളിറ്റി ഓഫ് എ ലീഡർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്, അതിനെ നടുക്കൊരു വട്ടത്തിൽ എഴുതി വെച്ചു അല്ലെ. എന്നിട്ട് അതിന്റെ സൂര്യന്റെ രശ്മികളെ പോലെ വരച്ചിട്ട് അപ്പുറത്തൊക്കെ അതിന്റെ എന്തൊക്കെയാണ് ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ. ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കണം, പാഷനേറ്റ് ആയിരിക്കണം, അതുപോലെ പ്രോബ്ലം സോൾവിങ്ങിനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെ കുറെ അതെന്താണ് ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റീസ് എന്നുള്ളത് ഓരോരോ പോയിന്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് പദസൂര്യൻ എന്ന് പറയുന്നത് അല്ലെ. ഇത് നമ്മൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുക. എന്ത് ടോപ്പിക് പഠിക്കുമ്പോഴും ആ ടോപ്പിക്കിനെ സെൻട്രൽ ആക്കി വെക്കുക. ഒരു സെൻട്രൽ ടോപ്പിക് ആയിട്ട് മൈൻഡിൽ ഓർത്ത് വെച്ചിട്ട് ബാക്കി അതുമായി ബന്ധപ്പെട്ട് വരുന്ന ബ്രാഞ്ചസിനെ അല്ലെങ്കിൽ സബ് ടോപ്പിക്സിനൊക്കെ അതിന്റെ ചുറ്റും ഒരു ഡയഗ്രാം പോലെ നമ്മുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് പഠിക്കുക. അത് നമുക്ക് എഴുതിയിട്ടും പഠിക്കാവുന്നതാണ്. ഡൂഡ്ലിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെ നല്ലതാണ് പഠിക്കാനായിട്ട്. ഇതേപോലെ നമുക്ക് വരച്ചും പഠിക്കാം, വരച്ചിട്ട് എഴുതിയിട്ടൊക്കെ പഠിക്കാം. അത് പിന്നീട് റീകോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുത്തുക ആ ഒരു മൈൻഡ് മാപ്പ് അല്ലെങ്കിൽ ഈ പദസൂര്യനൊക്കെ. അത് പിന്നീട് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് മൈൻഡിൽ വരുന്നത് ഇതായിരിക്കും. ഈ ഡയഗ്രാംസിന്റെ ഒക്കെ ഒരു പ്രത്യേകത അതാണല്ലോ. പിക്ചറൊക്കെ വരച്ച് ഡയഗ്രാം ഒക്കെ വരച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ആ ഒരു പിക്ചർ ആയിരിക്കും അല്ലെങ്കിൽ ഡയഗ്രാം ആയിരിക്കും വരുന്നുണ്ടാവും മൈൻഡിൽ. അത് ആദ്യം തന്നെ നമ്മൾ അവിടെ വരച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകില്ല. ഈ എക്സാമിന്റെ ടിപ്പ് ഓഫ് ദ പെന്നിൽ മറന്നു പോകുന്ന കാര്യമൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ പേനയുടെ തുമ്പത്തുണ്ട് പക്ഷെ എഴുതാൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എക്സാമിന്റെ അന്നാണ്. നല്ലോണം അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ച് എഴുതി തുടങ്ങുന്ന സമയത്തായിരിക്കും എല്ലാം മറന്നു പോകാം, ആകെ ബ്ലാങ്ക് ആയിരിക്കും. അപ്പൊ ഈ ഒരു പ്രശ്നമൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മൈൻഡ് മാപ്പ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ വരച്ച് പഠിക്കുക. അത് നമ്മൾ റീകോൾ ചെയ്യുന്ന സമയത്ത് ആ പിക്ചറും അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ഡയഗ്രാം ഒക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അത് നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ റീകോൾ ചെയ്യുന്ന സമയത്ത് പിക്ചർ വരുമ്പോൾ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വായിച്ച കാര്യങ്ങൾ ഓർക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ വരച്ച കാര്യങ്ങൾ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ അല്ലെ പെട്ടെന്ന് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പം ഇനീഷ്യേറ്റ് തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഈ മൈൻഡ് മാപ്പ് യൂസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് മൈൻഡ് മാപ്സ് ഒക്കെ യൂസ് ചെയ്യുക. ഫസ്റ്റ് ടൈമിൽ അത് ഇപ്പൊ ഒരു ടോപ്പിക് എന്തെങ്കിലും ഒരു മാനേജറിയൽ അക്കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞൊരു ടോപ്പിക് നമ്മൾ എടുത്തു. അതിന്റെ ചുറ്റും എന്തൊക്കെ കാര്യങ്ങൾ വരാനുണ്ട് അതൊക്കെ വരച്ചു. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് അങ്ങനെ 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 നമുക്കൊരു മൈൻഡ് മാപ്പ് ഉണ്ടാക്കി എടുക്കുമ്പോൾ അത് നമ്മൾ സ്റ്റാർട്ടിങ് ആണ് അല്ലെ, പഠനത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് ആണ്. ഇത് ഇപ്പൊ ഒരു അവസാന നിമിഷത്തിൽ ഇനി ഒട്ടും സമയമില്ല, എനിക്ക് ഇനി പഠിക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കൺഫ്യൂഷനും വേണ്ട, നമുക്ക് പഠിച്ചു പോവാം. പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ നമ്മുടെ മെമ്മറിയിൽ അത് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഇതൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ടെക്നിക്കാണ് അല്ലെ. പറയുമ്പോൾ നമ്മളെ ചെറിയ LP ക്ലാസ്സിൽ UP ക്ലാസ്സിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെക്നിക്സ് ആണ്. പക്ഷെ അതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഔട്ട്കം എന്ന് പറയുന്നത് വളരെ വലുതാണ്. സയന്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള കുറെ ടെക്നിക്സ് ആണ് ഇതൊക്കെ. അപ്പൊ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എക്സാമിന്റെ ഒരു ആൻസർ എഴുതുന്ന സമയത്ത് അല്ലെ, നമ്മുടെ IGNOU എക്സാംസിന്റെ ആൻസർ എഴുതുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. നേരത്തെ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു ആൻസർ എഴുതുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. സൈക്കോളജിയിലെ തന്നെ ഒരു ടോപ്പിക് ഞാൻ പറയാം. ബിഹേവിയറൽ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി എന്നൊരു ടോപ്പിക്ക് ചോദിച്ചു. അപ്പൊ അത് ടോപ്പിക്കാണ് കേട്ടോ. അത് അതിന്റെ ഉള്ളിൽ എക്സ്പ്ലെയിൻ ബിഹേവിയറൽ തിയറീസ് അല്ലെങ്കിൽ അനലൈസ് ബോത്ത് തിയറീസ് എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും ആയിരിക്കും വന്നിട്ടുണ്ടാവും.
നമ്മുടെ കണ്ണിൽ ആദ്യം കാണാൻ തിയറീസ് മാത്രമാണ് അല്ലെ, ഏത് തിയറിയാ ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാ ചോദിച്ചിട്ടുള്ളത് അത് മാത്രമായിരിക്കും എക്സാം എഴുതുന്ന ഒരു ആളുകളുടെ കണ്ണിൽ കാണുന്നുണ്ടാവും. നമ്മൾ വാരി വലിച്ച് എന്താണെന്ന് വ്യക്തമായി വായിക്കാതെ ആ തിയറിനെ പറ്റി അറിയുന്ന കാര്യങ്ങളും നമുക്ക് എലാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അവര് പോയതും വന്നതും ഹിസ്റ്ററിയും ജോഗ്രഫിയും എല്ലാം കൂടെ ചേർത്ത് വലിച്ചു വാരി കുറേ അങ്ങോട്ട് എഴുതി, ഹാവോ കുറെ എഴുതി, ഒരുപാട് പേജ് എഴുതി എന്നുള്ളൊരു ആശ്വാസമായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഒരിക്കലും ചെയ്യരുത്. എസ്പെഷ്യലി നമ്മുടെ ഇഗ്നോ എക്സാമില് അവര് ചോദിച്ചിട്ടുള്ള കീവേഡ്സിനെ നമ്മൾ വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ജസ്റ്റിഫൈ, അനലൈസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, കമ്പയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് മാത്രം നമ്മുടെ ആൻസർ ചെയ്യുക. ഒരിക്കലും ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല നമുക്ക്. അത് ചെയ്തു എന്ന് വെച്ചിട്ട് അവർ പ്രത്യേകിച്ച് മാർക്കൊന്നും തരാൻ പോണില്ല, എക്സ്ട്രാ മാർക്കൊന്നും തരാൻ പോണില്ല. അവരുടെ കയ്യിൽ ഉണ്ടാവുന്ന ആൻസർ കീയില് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് അവർ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ആ തിയറിയിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവര് ചോദിച്ചതിനാണോ ആൻസർ കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ നമ്മുടെ ഒരു ആൻസറിന്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി വാണി മാം ഡിസ്കസ് ചെയ്തതാണ്. ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നിർബന്ധമായിട്ട് ആഡ് ചെയ്യുക, എസ്പെഷ്യലി എസ്എ ക്വസ്റ്റ്യൻസിൽ. ഇനി ആ സമയത്ത് തന്നെ നമുക്ക് ഡയഗ്രാംസോ ബുള്ളറ്റ് പോയിന്റ്സോ ഷോർട്ട് പാരഗ്രാഫുകളാക്കിയിട്ടോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ടോ ഒക്കെ നമുക്ക് അതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒന്നുമില്ല, അവസാന നിമിഷം നമുക്ക് സമയം കിട്ടാത്തൊരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിലോ എന്ത് ചെയ്യണം? അറിയാവുന്ന പോയിന്റ്സിനെ ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതി കൊടുക്കുക. ഓക്കെ. ഏറ്റവും അവസാനം, ഏറ്റവും ഒരു അവസാന കൈ എന്നുള്ള രീതിയിൽ അങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ സാധാരണ നമ്മളൊരു പൊതുവെ ധാരണയുണ്ട്, ഇഗ്നൂവിൽ ഒരുപാട് വലിച്ചുവാരി എഴുതിയാലേ ആൻസർ കിട്ടും. എത്ര ലെങ്തി ആയിട്ട് നമ്മൾ എഴുതുന്നോ അതിന് ആൻസർ അല്ല, സോറി, മാർക്ക്. എത്ര ലെങ്തി ആയിട്ട് നമ്മൾ എഴുതുന്നോ അത്രയും മാർക്ക് കിട്ടും. കുറച്ച് എഴുതിയാൽ കുറച്ച് മാർക്ക് കിട്ടും. അങ്ങനെയൊന്നുമില്ല, അതൊന്നും അല്ല അവിടെ വേണ്ടത്. അവർ ചോദിച്ചതിന് കൃത്യമായിട്ടും വ്യക്തമായിട്ടുള്ള ആൻസർ ആണോ തന്നിട്ടുള്ളത് എന്നാണ് അവർ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഏതൊരു ടോപ്പിക്ക് ചോദിക്കുമ്പോഴും അതിന്റെ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക്സും സബ് ഹെഡിങ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് വെക്കുക. അതൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടെന്ന് നമ്മളെ പേപ്പർ നോക്കുന്ന ആളെ ഒന്ന് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ചോദിച്ചതിന്റെ സബ് ടോപ്പിക്സ് ഒക്കെ എന്റെ പേപ്പറിലുണ്ട് എന്ന് അവർ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഒരു പ്രസന്റേഷനെ എൻഹാൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്, നമ്മൾ പഠിച്ചത് മനസ്സിലാക്കിയ കാര്യങ്ങളെ പ്രസന്റ് ചെയ്തത് പെട്ടെന്ന് എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇതൊക്കെയാണ്. പക്ഷെ അവര് നോക്കുന്ന സമയത്ത്, ഈ ആൻസർ ഷീറ്റ് നോക്കുന്ന സമയത്ത് അവർക്ക് കുറച്ചുകൂടെ ഇംപ്രഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ. ആദ്യം തന്നെ നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. അത് തലേ ദിവസം പഠിക്കുമ്പോഴാണെങ്കിലും ശരി, എന്തെങ്കിലും പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കരുത്. വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ പ്ലാനിലൂടെ മാത്രം പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തുടങ്ങിയിട്ടും ഉണ്ടാവില്ല, അവിടെ എത്തിയിട്ടും ഉണ്ടാവില്ല. ആ ഒരു രീതിയിലായി പോകും. നമുക്ക് ഒരു കറക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റില്ല. ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന കുറഞ്ഞ സമയത്താണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് അതിനെ പ്രസന്റ് ചെയ്യാനും മെമ്മറൈസ് ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ ഒരു വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കി വെക്കുക. നമുക്ക് നമ്മളെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. എനിക്ക് എന്തൊക്കെ അറിയാം, എനിക്ക് എന്തൊക്കെ ഓർമ്മയിലുണ്ട്, ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇനി എന്തൊക്കെ പഠിക്കാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഏതൊക്കെ ഇനിയും റിവിഷൻ ചെയ്യണം, ഏതൊക്കെ ഇനി റീകോൾ ചെയ്യണം, അതൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയതിനു ശേഷം അതിനനുസരിച്ചൊരു പ്ലാൻ, അവസാനത്തെ റിവിഷൻ എന്ന രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുക. എന്നിട്ട് പഠിക്കുമ്പോൾ ലാസ്റ്റ് ടൈമിലുള്ള പഠിത്തമാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ടെക്നിക്സ് ഒക്കെ അല്ലെ, ആക്റ്റീവ് റീകോളും സ്പേസ്ഡ് റിപ്പിറ്റേഷനും അതുപോലെ മൈൻഡ് മാപ്പും ഈ ഡൂഡ്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ആക്റ്റീവ് റീകോളിലൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ഒച്ചത്തിൽ പഠിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികളൊക്കെ അല്ലെ, മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ കളിയാക്കുന്നുണ്ടാവുമായിരിക്കും. കുഴപ്പമില്ല, അത് നമ്മൾ എക്സാം തീരുന്നവരെയല്ലേ, അങ്ങോട്ട് കളിയാക്കിക്കോട്ടെ, സാരല്ല. നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ പഠിക്കുക. അതേപോലെ തന്നെ പഠിക്കുന്ന സമയം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. രാത്രിയാണ് പഠിക്കാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ ആ ടൈമിനെ യൂസ് ചെയ്യുക. ഏറ്റവും നമ്മൾ പറയാറുള്ളത് രാവിലെയാണ് അല്ലെ, അതിരാവിലെ പ്രഭാതത്തിലാണ് നമുക്ക് ബോഡിയും അതുപോലെ മനസ്സും ഒക്കെ ഫ്രഷ് ആയിരിക്കുന്ന ഒരു ടൈമാണ്. ബ്രെയിൻ ഒക്കെ ഫ്രഷ് ആയിരിക്കുന്ന ഒരു ടൈമാണ്. ആ ടൈം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആ ടൈം യൂസ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ കൃത്യമായിട്ടുള്ള ഇടവേളകളൊക്കെ എടുക്കണം. പഠിക്കുന്ന സമയത്ത് ബ്രേക്ക് ഒക്കെ ഉണ്ടായിരിക്കണം. ഒരേ ടൈമിൽ ഇനി 2 മണിക്കൂറേ ഉള്ളൂ, ഞാൻ ഫുള്ളായിട്ട് പഠിച്ചേക്കാം എന്ന് വിചാരിക്കരുത്. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ തളരും, ബ്രെയിനിന് ക്ഷീണമാവും. ക്ഷീണിപ്പിക്കാൻ നിൽക്കരുത്, ഇടയ്ക്കൊരു ബ്രേക്ക് ഒക്കെ കൊടുക്കണം. എന്ന് വെച്ചിട്ട് ഫോണിലേക്കല്ല പോകേണ്ടത്, ഫോണിലേക്കോ അതുപോലുള്ള സോഷ്യൽ മീഡിയാസിലേക്കോ ഒന്നും പോകരുത്. നേരെ നമ്മുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ശുദ്ധമായി ശ്വസിക്കാനൊക്കെ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ബ്രേക്ക് എടുക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ആരോഗ്യം ഒക്കെ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക. നല്ല ഉറക്കം ഉണ്ടായിരിക്കണം. ഉറക്കം
കുറക്കാൻ പാടില്ല. ഉറക്കൊളച്ചിരുന്ന് പഠിച്ചാലും നമുക്ക് പിറ്റേന്ന് ചിലപ്പോൾ നല്ല വിചാരിച്ച പോലെ എക്സാം എഴുതിക്കോളാൻ പറ്റിക്കോളണം എന്നില്ല അല്ലെ? കാരണം നമ്മുടെ ഹെൽത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. വ്യക്തമായിട്ട് കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ നമ്മൾ ഉറങ്ങുന്നുണ്ടെന്നും നല്ല ആഹാരം കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നുണ്ടെന്നും വിശ്രമം ഒക്കെ പഠിക്കുന്നതിന്റെ ഇടയിലുള്ള ഇടവേളകൾ എടുക്കുന്നുണ്ടെന്നും ഒക്കെ നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.